കാലം കടന്നുപോയി. കന്നാസും കടലാസും വീണ്ടും പഴയ ജീവിതത്തിൽ തന്നെയാണ്. തെരുവ്, മാലിന്യക്കൂമ്പാരം, ചെറിയ സന്തോഷങ്ങൾ, അവരുടേതായ ലോകം. എന്നാൽ ഒരിക്കൽ അവർ കണ്ട ആ വിവാഹ ദിവസം അവരുടെ മനസ്സിൽ ഒരു മുറിവായി തന്നെ തുടരുന്നു. ഒരു രാത്രി കടലാസ് ചോദിക്കുന്നു, മുന്നേ നമ്മൾ എന്നെ വിട്ടുകളഞ്ഞത് ശരിയായിരുന്നോ? കന്നാസ് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു, അവന്റെ ജീവിതം നന്നാകാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതം അത്രയ്ക്ക് വലുതൊന്നുമല്ലല്ലോ. ഉള്ളിൽ ഇരുവരും വേദനയോടെ തന്നെ ജീവിക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം കന്നാസും കടലാസും പഴയ സാധനങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ പഴയ ബ്യൂഗിൾ വീണ്ടും കണ്ടെത്തുന്നു. അത് കയ്യിലെടുത്തപ്പോൾ അവർക്ക് മുന്നയുടെ ഓർമ്മകൾ ഒരുപാട് ശക്തിയായി തിരികെ വരുന്നു. കന്നാസ് അതിലൂടെ ഊതുന്നു. ആ ശബ്ദം ഒരിക്കൽ ഡൽഹിയിലെ ഒരു കുഞ്ഞിന്റെ ജീവിതം മാറ്റിയ ശബ്ദം വീണ്ടും വായുവിൽ നിറയുന്നു. ആ ബ്യൂഗിൾ അവർ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു, ഒരു നിധി പോലെ. അതവരുടെ ജീവിതത്തിന്റെ ഓർമ്മ, നഷ്ടപ്പെട്ട സ്നേഹം, കണ്ടെത്തിയ ബന്ധങ്ങൾ, ഒടുവിൽ വിട്ടുകൊടുത്ത ബന്ധങ്ങൾ. ഇതിന്റെ എല്ലാം സൂചകമാണ്. മുന്നയെ ഓർക്കാൻ ഇത് നമുക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് കടലാസ് പറഞ്ഞു. അല്ല, ഒരിക്കൽ തിരികെ കൊടുക്കണം, അതിന്റെ ഉടമയ്ക്ക് തന്നെ എന്ന് കന്നാസ് മറുപടിയും നൽകി. മുന്നയും ലൈലയുമായി നടന്ന ആ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി. അവരുടെ വിവാഹത്തിന് ശേഷം ജീവിതം മാറി തുടങ്ങിയിരിക്കുന്നു. പഴയ വേദനകളും സർക്കസിന്റെ ജീവിതവും പിന്നിലാക്കി അവർ കേരളത്തിൽ തന്നെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. മുന്ന ഒരു സംഗീത അധ്യാപകനായി മാറി. കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കുമ്പോൾ അവൻ തന്റെ കഥ പറയാറില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ സംഗീതം ഒരാളെ എവിടെയൊക്കെ എത്തിക്കുമെന്ന് അറിയാമോ എന്ന് ചോദിക്കും. ലൈല അവന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഭാര്യയാണ്. അവളിപ്പോൾ കുട്ടികൾക്ക് നൃത്തം പഠിപ്പിക്കുന്നു. കേരളത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കുടുംബമായി അവർ മാറി. മുന്ന ഇപ്പോൾ മുഹമ്മദ് ഉണ്ണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വന്തം പൂർവ്വകാലം മറക്കാതെ, പക്ഷെ അതിൽ കുടുങ്ങിക്കിടക്കാതെയും. ലൈലയുടെ പക്കൽ നിന്ന് അവൻ നേടിയത് പ്രണയം മാത്രമായിരുന്നില്ല, ജീവിതം പുനഃസൃഷ്ടിക്കാനുള്ള ധൈര്യവും കൂടിയായിരുന്നു. അവർക്ക് രണ്ട് മക്കളുണ്ട്. വലിയവൻ അമീൻ, ഇളയത് മീര. അമീന് തന്റെ പിതാവിനെ പോലെ സംഗീതത്തോട് അതിയായ താല്പര്യം. ചെറുപ്പം മുതൽ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് കാണുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു വിചിത്ര തിളക്കം കാണാം. അപ്പോഴേക്ക് തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ബ്യൂകൾ ഇപ്പോൾ എവിടെയാണെന്ന് മുന്നേ ചിന്തിക്കാറുണ്ട്. ആ ബ്യൂകൾ മുന്നയുടെ ജീവിതം തന്നെയായിരുന്നു. അത് അവസാനമായി കണ്ടത് കന്നാസും കടലാസും കൊണ്ടുപോയ ദിവസമാണ്. മുന്നയുടെ അമ്മ മരിച്ചു. അച്ഛൻ അവരുടെ താമസ സ്ഥലത്തേക്ക് ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ലൈലയുടെ മാതാപിതാക്കൾ ഇപ്പോൾ അവരുടെ കൂടെ തന്നെയാണുള്ളത്. സാഹിബ് വയ്യാതായി കിടപ്പിലാണ്. മുന്ന തന്റെ യഥാർത്ഥ മാതാപിതാക്കളോടൊപ്പം കഴിയാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഉള്ളിലെ മുന്ന ഒരിക്കലും മരിച്ചിട്ടില്ല. അവന്റെ ഹൃദയം ഇപ്പോഴും തെരുവിന്റെ സ്വാതന്ത്ര്യത്തിലും കന്നാസും കടലാസും പോലുള്ളവരോടുമുള്ള സ്നേഹത്തിലുമായിരുന്നു. സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്ന തെരുവിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്രസ്റ്റ് തുടങ്ങി. ഒരു ദിവസം മുന്ന ഒരു നഗരത്തിൽ ഒരു മീറ്റിംഗിന് വേണ്ടി പോകുമ്പോൾ അപ്രതീക്ഷിതമായി അവൻ ആ ശബ്ദം കേൾക്കുന്നു. പഴയ ആ ബ്യൂഗിളിന്റെ ശബ്ദം. അവൻ ഓടിപ്പോകുന്നു. അവിടെ പഴയതുപോലെ തന്നെ കന്നാസും കടലാസും നിൽക്കുന്നു. മുന്നയുടെ കണ്ണുകളിൽ കണ്ണുനീർ. എന്റെ കന്നാസും കടലാസും. കന്നാസും കടലാസും മുന്നയെ കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഞെട്ടി നിന്നു. അവർ മനസ്സിൽ കരുതി, അവൻ ഇനി വലിയ ആളാണ്, നമ്മളെ തിരിച്ചറിയുമോ? പക്ഷേ മുന്ന ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിക്കുന്നു. ഹൃദയസ്പർശിയായ നിമിഷം. മുന്ന പറയുന്നു, ഞാൻ ഇന്ന് ആരായോ അത് നിങ്ങൾ കാരണമാണ്. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇന്നില്ല. കന്നാസ് കണ്ണീർ തുടച്ചു പറയുന്നു, നീ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. ബ്യൂഗിൾ അവർ അവന് വെച്ച് നീട്ടിയെങ്കിലും അവനത് വാങ്ങാതെ പോകുന്നു. നമ്മളെ തമ്മിൽ കൂട്ടിയിണക്കിയ ഒരു കണ്ണിയാണിത്. ഇത് നിങ്ങളുടെ കൈവശം തന്നെ ഇരിക്കട്ടെ എന്ന് അവൻ പറയുന്നു. തൊട്ടടുത്ത ദിവസം മുന്ന അവിടെ എത്തി തന്റെ വീട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങോട്ടേക്ക് കയറാൻ അവർ മടിച്ചു നിൽക്കുന്നു. പണ്ട് അവരുടെ വിവാഹത്തിന് വന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവം അവർ അപ്പോൾ ഓർത്തു. മുന്ന അവരെ നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചു. ലൈല അവരെ ആദരവോടെ സ്വീകരിച്ചു. അവർ നോക്കുമ്പോൾ രണ്ട് കുട്ടികൾ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടു. ഒരു കുഞ്ഞു മുന്നയും കുഞ്ഞു ലൈലയും. അവർ കന്നാസിനെയും കടലാസിനെയും കെട്ടിപ്പിടിച്ചു. കന്നാസും കടലാസും അവരെ അതിശയത്തോടെ നോക്കി. അവരുടെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും കേട്ടറിഞ്ഞ കന്നാസിന്റെയും കടലാസിന്റെയും നന്മ നിറഞ്ഞ കഥകളിലൂടെ അവരെ രണ്ടുപേരെയും ആ കുട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അവർ യാത്രയായി. പഴയ രാത്രി അവർ അപമാനിതരായ ആ സംഭവത്തെക്കുറിച്ച് മുന്നയോട് പറഞ്ഞതുമില്ല. അവർ പോകുന്ന വഴിക്ക് വെച്ചാണ് ബ്യൂഗിൾ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ ഓർത്തത്. കുറച്ചു നാളുകൾക്ക് ശേഷം മുന്ന തന്റെ ട്രസ്റ്റിന്റെ ഭാഗമായി കന്നാസിനെയും കടലാസിനെയും ചേർക്കുന്നു. അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു തിളക്കമുണ്ട്. അവർ ഇനി മാലിന്യം ശേഖരിക്കുന്നവരല്ല. അവർ സ്വന്തമായി തന്നെ ഒരു സ്ക്രാപ്പ് കട തുറന്നിട്ടുണ്ട്. കന്നാസ് ആൻഡ് കടലാസ് റീസൈക്കിൾ സെന്റർ. അവർ പരസ്പരം പറഞ്ഞു, കുപ്പയിൽ നിന്നാണ് നമ്മൾ ജീവിതം കണ്ടെത്തിയത്. ഇപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഭാവി ഉണ്ടാക്കുന്നതും.
അപ്പോഴും തെരുവിലെ കുട്ടികളെ അവർ മറന്നില്ല. തെരുവിലെ കുട്ടികൾക്ക് അവരായിരുന്നു ആശ്രയം. സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അവരോട് അവർ പെരുമാറുന്നതും. പണ്ട് കന്നാസും കടലാസും എന്ന് വിളിച്ചു പുറകെ നടന്നിരുന്ന തെരുവിലെ ആ കുട്ടികൾ ഇപ്പോൾ ചെറിയ വഴിയോര കച്ചവടക്കാരായി മാറിയിരിക്കുന്നു. ഒരു ദിവസം കന്നാസും കടലാസും അവരുടെ കൈവശമുണ്ടായിരുന്ന ആ പഴയ ബ്യൂഗൽ എടുത്ത് മുന്നയുടെ വീട്ടിലേക്ക് വരുന്നു. അത് കണ്ട അമീൻ അതെടുത്ത് നോക്കുന്നു. ഇതിന്റെ അവകാശം നിങ്ങൾ തന്നെയാണെന്ന് അവർ അവനോട് പറയുന്നു. ഇത് കണ്ടുവന്ന മുന്ന കന്നാസും കടലാസും അപമാനിതരായ ആ രാത്രിയെ കുറിച്ച് തിരക്കുന്നു. എല്ലാം അവരിൽ നിന്നും അറിഞ്ഞ മുന്ന അവരോട് ക്ഷമ ചോദിച്ച് അവരെ കെട്ടിപ്പിടിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം മുന്നയുടെ ട്രസ്റ്റിന്റെ ഉദ്ഘാടന ദിവസം വന്നു. മുന്ന ആ പഴയ ബ്യൂഗൽ എടുത്തു. വർഷങ്ങൾക്ക് ശേഷം അതേ സംഗീതം വീണ്ടും മുഴങ്ങി. എല്ലാവരും നിശബ്ദമായി. കന്നാസും കടലാസും ഒരുമിച്ച് നോക്കി. ഇപ്പോഴാണിത് ശരിയായ സ്ഥലത്തെത്തിയത്, കന്നാസ് പറഞ്ഞു. അമീൻ തന്റെ ഡാഡിയെ നോക്കി. ഡാഡി, എനിക്ക് ഇത് പഠിപ്പിച്ചു തരാമോ എന്നവൻ ചോദിച്ചു. മുന്ന ബ്യൂഗൽ അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് ഇനി നിന്റെ കഥയാണ്. സംഗീതം വീണ്ടും മുഴങ്ങി. ഈ തവണ അതൊരു നഷ്ടത്തിന്റെ ഓർമ്മയല്ല, ഒരു പുതിയ തുടക്കത്തിന്റെ ശബ്ദമായിരുന്നു. കാലം വീണ്ടും കടന്നുപോയി. കന്നാസും കടലാസും നല്ല ജീവിതത്തിലേക്ക് തിരികെ പോയെങ്കിലും അവരുടെ മനസ്സിൽ ഒരു ശൂന്യത തുടർച്ചയായി ഉണ്ടായിരുന്നു. സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവർ ഒരിക്കലും ഗൗരവമായി ചിന്തിച്ചിരുന്നില്ല. മനസ്സിൽ ഇപ്പോഴും അതേ സ്നേഹവും നന്മയും അവർക്കുണ്ട്. ഒരു ദിവസം സന്ധ്യയിൽ അവർ പഴയ അമ്മിണി അമ്മയുടെ വീട്ടിന് മുന്നിലൂടെ നടന്നു. ആ വീട് ഇപ്പോൾ ശൂന്യമായിരുന്നു. അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ പഴയ ഓർമ്മകളെല്ലാം വീണ്ടും മനസ്സിലേക്ക് വന്നു. അമ്മിണിയമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ചന്ദ്രികയും രമണിയും നമ്മളെ മറന്നിട്ടുണ്ടാവുമോ? കടലാസ് നിസ്സംഗമായി ചോദിച്ചു. കന്നാസ് ചിരിച്ചു. മറന്നിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ ഇതുവരെ മറന്നിട്ടില്ലല്ലോ. അന്ന് രാത്രി തന്നെ ഒരു അപ്രതീക്ഷിതമായ കണ്ടുമുട്ടൽ സംഭവിച്ചു. അവർ ഒരു ചെറിയ ക്ഷേത്രത്തിന് സമീപം നടക്കാൻ പോകുമ്പോൾ ഒരു സ്ത്രീ അവരെ വിളിച്ചു. കന്നാസേ, കടലാസേ. അവർ തിരിഞ്ഞു നോക്കി. അത് ചന്ദ്രികയായിരുന്നു. കാലം അവളെ മാറ്റിയിരിക്കുന്നു. കണ്ണുകളിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് മരിച്ചതും അവൾ ഇപ്പോൾ ഒറ്റയ്ക്കാണെന്നും അവൾ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് മറ്റൊരു ശബ്ദം. നിങ്ങൾ രണ്ടുപേരും ഇതുവരെ മാറിയിട്ടില്ല. അത് രമണിയായിരുന്നു. അവൾക്കും ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു. ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയിരുന്നു. രണ്ടുപേർക്കും കുട്ടികളും ഉണ്ടായില്ല. അവരുടെ കഥ കേട്ട് അവർ ദുഃഖത്തിലായി. എന്നാൽ ഒരു വശത്ത് അവർ സ്നേഹത്തോടെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചല്ലോ എന്ന സന്തോഷവും അവർക്കുണ്ടായിരുന്നു. പഴയ സ്നേഹം വീണ്ടും തിരിച്ചു കിട്ടിയതുപോലെ. ആ രാത്രി നാലുപേരും ഒരുമിച്ചിരുന്നു. പഴയ ഓർമ്മകൾ, ചിരികൾ, കണ്ണീർ. ചന്ദ്രിക പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കായി ജയിലിൽ പോയ ദിവസം ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല. നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കേണ്ടിയിരുന്നു. പക്ഷേ ജീവിതം നമ്മളെ വേറെ വേറെ വഴിയിലാക്കി. പണവും സുഖസൗകര്യങ്ങളും കണ്ടപ്പോൾ നിങ്ങളെ ഞങ്ങൾ മറന്നു. ഞങ്ങളാണ് തെറ്റ് ചെയ്തത്. അതിനുള്ള ശിക്ഷ ദൈവം ഞങ്ങൾക്ക് തരികയും ചെയ്തു എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. കന്നാസ് മൃദുവായി പറഞ്ഞു, ഇപ്പോൾ വൈകിയില്ലേ? ഒരു നിമിഷം നിശബ്ദമായി. ചന്ദ്രിക കണ്ണീരോടെ പറഞ്ഞു, വൈകിയാലും ഇനിയും ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അന്നത്തെ രാത്രി അവർ ഒരു തീരുമാനമെടുത്തു. പഴയ തെറ്റുകൾ മറന്നു, പുതിയ ജീവിതം തുടങ്ങാൻ. അവരെ തനിച്ചാക്കാൻ കന്നാസിനും കടലാസിനും തോന്നിയില്ല. കാരണം അത്രയ്ക്കും ഒരിക്കൽ കന്നാസും കടലാസും അവരെ സ്നേഹിച്ചിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ചെറിയൊരു ക്ഷേത്രത്തിൽ വലിയ ആഡംബരമൊന്നുമില്ലാതെ അവർ അങ്ങനെ വിവാഹിതരായി. ചന്ദ്രികയും രമണിയും അവരുടെ കൂടെ സ്ക്രാപ്പ് ബിസിനസ്സിൽ സഹായിച്ചു. വളരെ സാധാരണമായിട്ടുള്ള ഒരു ജീവിതം, പക്ഷേ കൂടുതൽ സന്തോഷം നിറഞ്ഞത്. മുന്നയും ലൈലയും കുട്ടികളും അവരെ കാണാൻ വന്നു. അമീൻ ആ സമയത്ത് ബ്യൂഗൾ വായിക്കുന്നു. ആ സംഗീതം ഇനി ദുഃഖത്തിന്റെ കഥയല്ല, ജീവിതത്തിന്റെ വിജയഗാഥ.